എല്ലാവർക്കും റൂട്ട് സെറ്റിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ആർഡിനോ വെച്ചിട്ടൊരു റോക്കറ്റ് ലോഞ്ചർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ടാണ്. ഈ പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് സർക്യൂട്ട്, PCB ഡയഗ്രാം, കോഡ്സ് ഇതെല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഈ ആഴ്ചത്തെ ഫ്രീ PCB വിന്നേഴ്സിനെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പ്രോജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ തരാം. ഇതിനകത്ത് മെയിനായിട്ട് 2 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഈ റിമോട്ട് കൺട്രോളർ, പിന്നെ ഉള്ളത് ഈ ഒരു റോബോട്ട്. റിമോട്ട് കൺട്രോളറിനകത്ത് ജോയ്സ്റ്റിക്, ആക്സിലറോമീറ്റർ, ബട്ടൺസ് ഇങ്ങനെ ചില കമ്പോണൻസ് ഉണ്ടായിരിക്കും. പിന്നെ വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ കാണുന്ന HC12 വയർലെസ് മൊഡ്യൂളും ഉണ്ടാകും. ഇതെല്ലാം Arduino നാനോ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ ജോയ്സ്റ്റിക്കിൽ നിന്നും ആക്സിലറോമീറ്ററിൽ നിന്നും ബട്ടൺസിൽ നിന്നും വരുന്ന ഡേറ്റ എല്ലാം Arduino കളക്ട് ചെയ്തിട്ട് ഒരൊറ്റ സ്ട്രിങ് ആക്കും. എന്നിട്ട് ആ ഒരു സ്ട്രിങ് HC12 വയർലെസ് മൊഡ്യൂളിലേക്ക് അയച്ചു കൊടുക്കും. ഈ HC12 വയർലെസ് മൊഡ്യൂൾ റോബോട്ടിലിരിക്കുന്ന Arduino ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന HC12 മൊഡ്യൂളിലേക്ക് ഡേറ്റ അയച്ചു കൊടുക്കുന്നു. അവിടെ നിന്ന് ആ Arduino ഡേറ്റ ഫെച്ച് ചെയ്തിട്ട് ഇതിനെ പല പല വേരിയബിൾസ് ആക്കിയിട്ട് ആ വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മോട്ടോഴ്സ് ഡ്രൈവ് ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് സർക്യൂട്ട് നോക്കാം. ഗൈസ്, ഈ ഒരു സർക്യൂട്ട് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓൾട്ടിയം എന്ന് പറയുന്നൊരു ടൂൾ വെച്ചിട്ടാണ്. ഓൾട്ടിയത്തിൻ്റെ PCB ഡിസൈനർ. ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഹോബി പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള PCB എല്ലാം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സർക്യൂട്ടിൽ നമുക്ക് മെയിനായിട്ട് ഒരു പവർ സപ്ലൈ ആണുള്ളത്, വീൻ. ഈ വീൻ നമ്മൾ ഒരു 7805 വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ വോൾട്ടേജ് റെഗുലേറ്റർ വീനിനെ സ്റ്റഡി 5 വോൾട്ട് പവർ സപ്ലൈ ആയിട്ട് മാറ്റുന്നു. ഈ 5 വോൾട്ട് ആയിരിക്കും നമ്മൾ ആർഡിനോയ്ക്കും ജോയ്സ്റ്റിക്കിനും ആക്സിലറോമീറ്ററിനും HC12 വയർലെസ് മൊഡ്യൂളിനും ഇതെല്ലാത്തിനും കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ 2 LEDസും കാണാം. ഹോം ഓട്ടോമേഷൻ, റോബോട്ടിക്സ്, അതുപോലെ പലതരം വയർലെസ് കൺട്രോൾഡ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു വയർലെസ് മൊഡ്യൂളാണ് ഈ HC12 വയർലെസ് മൊഡ്യൂൾ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 4 സ്വിച്ചസ് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ജോയ്സ്റ്റിക്കിൻ്റെ ബട്ടൺ. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ റോബോട്ടിക് ആമിൻ്റെ ക്ലോ കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്തത് ഒരു PCB വെച്ചിട്ടാണ്. പക്ഷേ PCB തന്നെ വേണമെന്നൊന്നുമില്ല. ബ്രെഡ് ബോർഡ് വെച്ചും വളരെ നീറ്റായിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നന്നായിട്ട് വർക്കും ചെയ്യും. പിന്നെ PCBയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് വളരെ നീറ്റാണ്, കോമ്പാക്റ്റ് ആണ്. പിന്നെ നമ്മുടെ പ്രോജക്റ്റിന് സ്വന്തമായിട്ട് PCB ഉണ്ടാക്കുക എന്ന് പറയുന്നത് രസമല്ലേ? ഞാൻ PCB ലേഔട്ട് ഉണ്ടാക്കിയത് ഓൾട്ടിയം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ PCB ലേഔട്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് ഡുവൽ ലെയർ PCB ആണ്. റൗട്ടിംഗ് മുകളിലും ഉണ്ട്, താഴെയും ഉണ്ട്. അത്യാവശ്യം നല്ല കോമ്പാക്റ്റുമാണ്. ഇനി PCB ഓർഡർ ചെയ്താൽ മതി. ഓർഡർ ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും PCB കിട്ടി. ഇതാണ് സാധനം. ഈ ആഴ്ച നിങ്ങൾക്ക് തരാൻ പോകുന്നതും ഈ PCB ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്പോണൻസ് എല്ലാം സോൾഡർ ചെയ്തു. ഇതാണ് നമ്മുടെ ഫൈനൽ റിമോട്ട് കൺട്രോളർ. ഇനി നമുക്ക് ഇതിൻ്റെ കോഡിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് നമ്മളെ കോഡ്. ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ HC12ൻ്റെ TX RX പിൻ കണക്ട് ചെയ്യുന്ന പിൻ 10ലും പിൻ 11ലും നമ്മൾ സോഫ്റ്റ്വെയർ സീരിയൽ ഇൻ്റർഫേസ് ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ജോയ്സ്റ്റിക്, ആക്സിലറോമീറ്റർ ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന പിൻ A0 to A4ൽ നിന്നുള്ള ഡേറ്റ പല പല വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ഒരൊറ്റ ലൈനാക്കിയിട്ട് ആ ഒരു സ്ട്രിങ്ങിനെ HC12 വയർലെസ് മൊഡ്യൂൾ വഴി റോബോട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. നമ്മൾ പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സീരിയൽ മോണിറ്റർ ഓൺ ചെയ്ത് നോക്കുക. ഈ കാണുന്ന ഓരോ ലൈനിലും നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ വാല്യൂസും ഉണ്ട്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ ഫ്രീ PCB വിന്നേഴ്സിനെ ഞാനൊന്ന് അനൗൺസ് ചെയ്യുകയാണ്. കിരണസ്, ശ്യാം വർമ്മ, കാർത്തിക് രാജ്, ആകാശാർ. നിങ്ങളുടെ എല്ലാവരുടെയും അഡ്രസ്സ്, കംപ്ലീറ്റ് അഡ്രസ്സ് വിത്ത് പിൻകോഡ് എൻ്റെ ഇമെയിൽ ID യിലേക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഈ PCBs അയച്ചു തരുന്നതായിരിക്കും. അടുത്ത ആഴ്ചയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് PCB കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ഈ റോബോട്ട് ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു റോബോട്ട് ഷാസിയും ഒരു റോബോട്ടിക് ആമുമാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മുമ്പ് സ്പൈനൽ ക്രക്സിന് യൂസ് ചെയ്ത അതേ റോബോട്ട് ഷാസിയാണ്. റോബോട്ടിക് ആം പുതിയതാണ്.
3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള 4 സെർവോ മോട്ടോർ യൂസ് ചെയ്തുള്ള റോബോട്ടിക് ആമാണിത്. ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 4.5 വോൾട്ടിനും 6 വോൾട്ടിനും ഇടയ്ക്കായിരിക്കണം. നമ്മുടെ ഈ റോബോട്ട് ഫ്രെയിമിൻ്റെ അസംബ്ലി വീഡിയോ മുമ്പൊരിക്കൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് സർക്യൂട്ട് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ വേറൊരു HC12 വയർലെസ് മൊഡ്യൂളും Arduino വെച്ചിട്ടാണ് ഡേറ്റ റിസീവ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോട്ടോർ ഡ്രൈവർ IC യൂസ് ചെയ്യാം. ഇവിടെ 2 മോട്ടറല്ലേ ഉള്ളൂ, അതുകൊണ്ട് L2918 മോട്ടോർ ഡ്രൈവർ ICയാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ സെർവോ മോട്ടോർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് PCA 9685 16 ചാനൽ സെർവോ മോട്ടോർ ഡ്രൈവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത് HC12 വയർലെസ് മോഡ്യൂളിൽ നിന്ന് വരുന്ന ഡേറ്റ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലൈനാണ്. ആ ലൈനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് പല പല വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഈ വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് റോബോട്ടിൻ്റെ മോട്ടോഴ്സ് കൺട്രോൾ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റോബോട്ടിന് താഴെ വെച്ച് സർക്യൂട്ട് മുഴുവൻ പവർ ഓൺ ചെയ്ത് ജോയ്സ്റ്റിക്ക് കണക്കി നോക്കുക. ഇനി നിങ്ങൾക്ക് ജോയ്സ്റ്റിക്ക് വെച്ച് റോബോട്ടിനെ കൺട്രോൾ ചെയ്യാം, ആക്സലറോമീറ്റർ വെച്ച് റോബോട്ടിക് ആം കൺട്രോൾ ചെയ്യാം, ജോയ്സ്റ്റിക്കിലെ പുഷ് ബട്ടൺ വെച്ചിട്ട് ക്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനിയും ഇതുപോലത്തെ അടിപൊളി റോബോട്ടിക്സ് പ്രോജക്ട്സ് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരുപാട് റോബോട്ടിക്സ് പ്രോജക്റ്റുകളുടെയും ഹോബി പ്രോജക്റ്റുകളുടെയും ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.